ഞാനിന്ന് ഇട്ടിരിക്കുന്നത് മഞ്ഞ ബനിയനാണ്. നമ്മുടെ നടേശ മുതലാളിക്ക് എന്തൊക്കെ പരാതികൾ പറയാനുണ്ടെന്ന്. നടേശ മുതലാളിക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾക്കും നമ്മുടെ PC ജോർജിനും ഒക്കെ ഇതേ പരാതി തന്നെയാണ്. എന്തായാലും നമുക്ക് നടേശ മുതലാളിയുടെ പരാതി തൽക്കാലം നമുക്ക് കേട്ടിട്ട് വരാം. എന്തൊക്കെയോ അദ്ദേഹത്തിന് പറയാനുണ്ട്. അദ്ദേഹത്തിന് ഒരു വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ മഞ്ഞ ബനിയൻ ഇട്ടത്. നമുക്ക് എന്തായാലും നടേശ മുതലാളിയുടെ പരാതി ആദ്യം നമുക്കൊന്ന് കേൾക്കാം. എന്തിനേറെ പറയുന്നു, VS അച്യുതാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു, 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും. അപ്പൊ അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ നമ്മുടെ നിയോജകമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ 2 കുറഞ്ഞു. അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകളും പുരുഷനും കൂടെ ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ, ബോധം കുറവാണല്ലോ, നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതേത് മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പൊ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. എങ്ങനെ കിടക്കുന്ന കാര്യം കൊണ്ട് പൊന്നു പെങ്ങന്മാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ, പണി പോക്കാണ്. നമ്മൾ വലിയ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത്. ഇനി എല്ലാവരായി പോകും. നിങ്ങൾ നാളെയായിട്ടുണ്ട്. ഇതിനുള്ള പരിഹാരം നമ്മുടെ ഒറ്റയ്ക്കല്ല. ഇവിടെ നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഒരു കൂട്ടായ്മയാണ് വർത്തമാനകാലത്ത് അനിവാര്യമായിട്ടുള്ളത്. ആ കൂട്ടായ്മ ശക്തമാക്കാൻ പ്രത്യേകിച്ച് കോട്ടയത്തുകാർ. കാരണം നമുക്ക് അവർ നസ്രാണികളൊരു വെല്ലുവിളിയല്ല. അവർ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യം അവർ ഒന്നിച്ചു നിന്ന് ഒരുപാട് കാര്യം സാധിച്ചിട്ട് പോയിട്ടുണ്ട്. കേട്ടല്ലോ വെള്ളാപ്പള്ളിയുടെ കരച്ചിലും പറച്ചിലും ഒക്കെ. ഇത് വെള്ളാപ്പള്ളിയുടെ മാത്രം കരച്ചിലല്ല, ക്രിസ്ത്യൻ സഭകളുടെ കരച്ചിലും ഇത് തന്നെയാണ്. മുസ്ലിങ്ങൾ പ്രസവിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. ഇതേ വാക്കുകൾ തന്നെയാണ് നമ്മുടെ PC ജോർജ് പറയുന്നത്. അദ്ദേഹവും ഇതേ പരാതികൾ തന്നെയാണ് കുറെ കാലമായിട്ട് ആരോപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് മിനിമം ഒരു 6 കുട്ടികളെങ്കിലും ഉണ്ടായിക്കൂടായിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളിയോ അത് ചെയ്തില്ല. പോട്ടെ, മകൻ തുഷാറിനെങ്കിലും ഒരു 5 കുട്ടികൾക്ക് ജന്മം കൊടുത്തുകൂടായിരുന്നു. ഇവർക്കാർക്കും അതിന് വയ്യ. അതേപോലെ തന്നെയാണ് PC ജോർജ്. PC ജോർജിനും ഒരു 10 തലമുറയ്ക്ക് തിന്നാനുള്ള സമ്പത്ത് കയ്യിലുണ്ട്. എന്നാൽ തിന്നാനുള്ള കുട്ടികളോ ആകെ 1-2 ആണ്. ഇവർക്കോ കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത തലമുറയെ കൊണ്ടെങ്കിലും ആ മക്കളോടെങ്കിലും പറഞ്ഞ, മക്കളെ നിങ്ങൾക്കെങ്കിലും ഒരു 4-5 കുട്ടികൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും ചെയ്യിക്കണ്ടേ, അതും ചെയ്യുന്നു. എന്നിട്ട് കരച്ചിലാണെങ്കിലോ മറ്റാരെങ്കിലും പ്രസവിക്കുന്നതിനെ കുറിച്ചും നമ്മുടെ സമുദായം താഴ്ന്നു പോകുന്നുവെന്നും മറ്റേ സമുദായം വളർന്നു പോകുന്നു എന്നും പറഞ്ഞുള്ള കരച്ചിലാണ്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അടുത്ത വേറൊരു ടീമാണെങ്കിലോ പള്ളിയിലച്ചന്മാരുടെ കരച്ചിലാണ്. ഈ പള്ളിയിലച്ചന്മാരെന്ന് പറയുന്നത് കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തോളം വരും ഈ വിത്തുകാളകൾ. ഇവനൊക്കെ കല്യാണം കഴിക്കത്തില്ല, മക്കളെ ഉണ്ടാക്കത്തില്ല. അതേപോലെ തന്നെ യേശുപ്പച്ചനെ കല്യാണം കഴിച്ച് നടക്കുന്നതാണെങ്കിലോ കന്യാശ്രീകളെന്ന് പറഞ്ഞ് അവരും ഉണ്ട് ഏകദേശം ഒരു 2 ലക്ഷത്തോളം. ഇവറ്റേക്കും വയ്യ പ്രസവിക്കാൻ. പിന്നെ എങ്ങനെ കേരളത്തിൽ ജനസംഖ്യ ഉണ്ടാകുന്നു? എങ്ങനെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളോട് ഉണ്ടാവും? എങ്ങനെ ക്രിസ്ത്യാനികളുടെ കുട്ടികളുടെ എണ്ണം കൂടും? ഇവന്മാരിങ്ങനെ വിത്തുകാള പോലെ കല്യാണം കഴിക്കാൻ നടന്ന ഇവർ കന്യാശ്രീമാരും കഴിക്കുന്നില്ല. നമ്മുടെ മധ്യ കേരളത്തിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. ഒരു 70% വീടുകളും വെറുതെ അനാഥമാറ്റി കിടക്കുകയാണ്. കൊട്ടാര തുല്യമായ വീടുകൾ. ഇവിടുത്തെ മനുഷ്യരെല്ലാം എങ്ങോട്ട് പോയി? ഇവരെല്ലാം 19 വർഷത്തിന് മുമ്പ് തന്നെ അമേരിക്കയും യൂറോപ്പിലും ഒക്കെ ചെക്കേറിയവരാണ്. അവിടെ ഇരുന്നു കൊണ്ട് കല്യാണം കഴിക്കും, നാട്ടിലൊരു വലിയ കൊട്ടാരമൊക്കെ വെച്ചിടും, എന്നിട്ടോ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞിനെയും ഭാര്യനെയും കൂടെ കൊണ്ടങ്ങ് യൂറോപ്പിലോട്ട് പോകും. പിന്നെ വയസ്സായ അച്ഛനും അമ്മയും മാത്രം ഇവിടെ ഉണ്ടാവും. അവരിവിടെ കിടന്ന് വല്ല അനാഥാലയത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയി അവര് ജന്മം അവസാനിക്കും. വീടുകൾ അത്രയും അനാഥമായി. ഇവന്മാർക്ക് ഇത്രയും സമ്പത്തുണ്ട്, എന്നാൽ ഇവനൊക്കെ എങ്കിലും ഒരു 5-6 കുട്ടിയൊക്കെ ജന്മം കൊടുക്കണ്ടേ? ചെയ്യില്ല. എന്താ കാര്യം? പ്രസവിക്കാൻ വയ്യ. നമുക്ക് ജീവിതം ആഘോഷിക്കണം, അടിച്ച് ആഘോഷിക്കണം. വലിയ കാറ് വേണം, ഭയങ്കരമായ രീതിയിലുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കണം. പക്ഷെ മക്കൾ മാത്രം വേണ്ട. എന്നിട്ടോ അടുത്ത ഒരു സമുദായത്തിനെ നോക്കി പൊട്ടിക്കരച്ചിലും നെഞ്ചത്തടിയാണ്, ഞങ്ങളുടെ സമുദായം കുറയണേ, ഞങ്ങളുടെ സമുദായം കുറയണേ എന്ന്. എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? നിങ്ങൾക്കും കുറെ കുട്ടികളെ ഉണ്ടാക്കിക്കൂടെ? അതിന് വയ്യ. എന്റെ പൊന്നു വെള്ളാപ്പള്ളി നടേശ, താങ്കളുടെ കയ്യിൽ മില്യൺ കണക്കിന് സമ്പത്തുണ്ട്. ഈ സമ്പത്ത് ഉപയോഗിച്ച് കുറെ പെൺകുട്ടികളെ കൊണ്ടങ്ങ് പ്രസവിപ്പിച്ചൂടെ? നിങ്ങൾക്ക് സമ്പത്തില്ലാത്ത വീട്ടിലൊക്കെ കുറെ കാശുകൾ കൊണ്ട് കൊടുത്തിട്ട് പറയുക, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 4-5 കുട്ടികൾക്ക് ജന്മം കൊടുക്കി, ഞങ്ങൾ അവരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാമെന്ന്. നിങ്ങൾ നോക്കും മുസ്ലിം കുടുംബങ്ങളിൽ അവർ 4-5 കുട്ടികളെയൊക്കെ പ്രസവിക്കുന്നുണ്ട്. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. പക്ഷെ അവർക്ക് അവരുടെ കുട്ടികളെ വളർത്താൻ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ലെങ്കിൽ യത്തീംഖാന എന്നൊരു സംവിധാനമുണ്ട്. അവർ ആ കുട്ടികളെ അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാന്യമായ വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് അവർ സമൂഹത്തിൽ ഉന്നതരായിട്ട് അവരെ പുറത്തിറക്കി വിടും. അവർ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ചെയ്യാമല്ലോ. ശ്രീനാരായണ ഗുരു ട്രസ്റ്റിന്റെ കീഴിൽ എത്രയോ കോടിക്കണക്കിന് സമ്പത്ത് കിടക്കുന്നു. ഇതിൽ നിന്നൊരു 500-1000 സ്ത്രീകളെ സെലക്ട് ചെയ്തെടുത്ത്, പാവങ്ങളെ നോക്കി സെലക്ട് ചെയ്തെടുത്ത് അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ഒരു അഗ്രിമെന്റ് വയ്ക്കുക, നിങ്ങൾ ഒരു 5 കുട്ടിയെങ്കിലും ജന്മം കൊടുക്കണമെന്ന്. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ. എന്തിനാണ്
മറ്റ് സമുദായങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ വിളിച്ചു പറയും, ഈ കരച്ചിലുകൾ നടത്തുകയും ചെയ്യുന്നത്? 2 ലക്ഷം വിത്തുകാളകളുണ്ട്. അതേപോലെ തന്നെ 2 ലക്ഷത്തിൽ കൂടുതൽ യേശുപ്പന്റെ ഭാര്യമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുമുണ്ട്. ഈ 4 ലക്ഷം പേര്, ഈ ആണുങ്ങൾ 2 ലക്ഷം പേര് കല്യാണം കഴിച്ച് അവർക്ക് മിനിമം ഒരു 5 കുട്ടികളെ വീതവും, ഈ കന്യാസ്ത്രീമാരെല്ലാം കല്യാണം കഴിച്ച് അവർക്ക് ഒരു 5 കുട്ടികൾ വീതവും ഒരു 50 വർഷത്തിന് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഈ കല്യാണം കഴിച്ച അവരിൽ നിന്ന് അവർ പിന്നെയും പ്രൊഡക്ഷൻ ചെയ്ത് നമുക്കിന്ന് മുസ്ലിം ജനസംഖ്യയേക്കാൾ കൂടുതൽ ഉണ്ടാക്കാമായിരുന്നല്ലോ. പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും വയ്യ, പ്രസവിക്കാൻ വയ്യ, ഒന്നിനും വയ്യ. പ്രസവിക്കാൻ വയ്യ, ആ കുട്ടികളെ ഒരുപക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാൽ സഭയ്ക്ക് ആ കുട്ടികളെ സംരക്ഷിക്കാനും വയ്യ. നമുക്കെന്താ വലിയ വലിയ കാറിൽ അങ്ങനെ ചാരി കിടന്ന് വലിയ വൈദികന്മാരെന്നുള്ള പട്ടങ്ങളും വെച്ച് വലിയ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുക, ലോകത്തുള്ള ഏറ്റവും വലിയ കാറുകളും ഒക്കെ എടുത്തിട്ട് ജീവിക്കുക. സഭ നശിക്കേ, പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയങ്ങളല്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ജനസംഖ്യ കുറയുന്നത്, സമുദായത്തിന്റെ അംഗങ്ങൾ കുറയുന്നത്. അതിനെയാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ സമുദായത്തിൽ അംഗങ്ങൾ കുറയുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ അപ്പുറത്തെ വീട്ടിലോട്ട് എത്തി നോക്കിയിട്ട് അവൾ എത്ര പ്രസവിക്കുന്നു, അവളെ വീട്ടിലെ കുറെ മക്കളുണ്ടല്ലോ, എന്റെ വീട്ടിലെ മക്കളില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നടേശ മാത്രമല്ല, ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നടേശ മുതലാളി കേരളത്തിൽ മാത്രമേ നോക്കുന്നുള്ളൂ. കേരളത്തിലല്ല മുതലാളി, ലോകം മുഴുക്കെ മുസ്ലിം ജനസംഖ്യ കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവരുടെ സ്ത്രീകൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അവർ പ്രസവിക്കാനും കുട്ടികളെ വളർത്താനും ഒക്കെ തയ്യാറാണ്. നമ്മുടെ ഒന്നും സ്ത്രീകൾക്ക് പ്രസവിക്കാനോ കുട്ടികളെ വളർത്താനോ വയ്യ. അവർ 1 or 2 ആകുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ആണുങ്ങളൊക്കെ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും. ലോകത്ത് തന്നെ നോക്കിയാൽ യൂറോപ്പിലെ ജനസംഖ്യ എത്രമാത്രം കുറയുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഏഷ്യൻ രാജ്യത്തിലെ ജനങ്ങളെല്ലാം അവിടെ ചെന്ന് അവർ സിറ്റിസൺ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നമുക്ക് സിറ്റിസൺ തരാത്തത്? കാരണം അവിടുത്തെ സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർ 8, 10, 15 കുട്ടികളെയൊക്കെ പ്രസവിക്കും. നമുക്ക് വെളിയിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ത്രീകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ എത്രയോ ഏഷ്യൻ രാജ്യങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങളെ ദത്തെടുത്തിട്ട് പോണ്. ഒരു കുട്ടിയെ പ്രസവിക്കാൻ പോലും ഒരു യൂറോപ്യൻ സ്ത്രീ തയ്യാറാവുന്നില്ല. ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ അവർ ദത്തെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പ്രസവിക്കാൻ വയ്യാതിരുന്നിട്ട് പിന്നെ മറ്റു മതസ്ഥർ പ്രസവിക്കുന്നതിനെ പറ്റിയും കുട്ടികളെ വളർത്തുന്നതിനെ പറ്റിയും അവർ ജനസംഖ്യ കൂടുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കരഞ്ഞു വിളിച്ച് നെഞ്ചത്തടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല നടേശ, അതൊക്കെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ലോകത്ത് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ഇസ്ലാം മതം തന്നെ ആവും. അതിനൊന്നും ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇപ്പൊ നമുക്കെന്താ പ്രശ്നം? ഇവിടെ ലോകത്ത് ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും ഹിന്ദു മതമായാലും നമുക്കൊന്നുമില്ല. ലോകത്ത് ഇതിനു മുമ്പ് തന്നെ എത്രയോ മതങ്ങൾ ലോകം ഭരിച്ചിരുന്നു. പേഗനിസം ഉണ്ടായിരുന്നു. എത്ര മതങ്ങൾ, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയണ്ട, ഒരുപാട് മതങ്ങൾ വന്നു പോയതാണ് ഈ ലോകത്തൂടെ. അതുകൊണ്ട് ഇപ്പൊ ഒരു മതം വന്നതുകൊണ്ടോ ഇപ്പൊ ലോകത്ത് ആദ്യം ക്രിസ്തു മതം ഭയങ്കരമായിട്ട് ലോകം മുഴുക്ക പിടിച്ചടക്കാൻ നടന്നു. അവരും കുറെ കഴിയുമ്പോൾ തളർന്നു. അതുപോലെ തന്നെ ഓരോരോ മതങ്ങളും ഓരോ ആവേശത്തിൽ കുറേയൊക്കെ പിടിച്ചെടുക്കും, നടക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കും. അത് കഴിയുമ്പോൾ അതിന്റെ തീഷ്ണതകൾ കുറയും, അവരും ശാന്തരാകും, പുതിയ ആൾക്കാർ വന്നോളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും അത്ര വലിയ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ മുസ്ലിം കൂടുതൽ ഭൂരിപക്ഷം ആവുന്നെങ്കിൽ ആയിക്കോട്ടെ, അതിനിപ്പോ നമുക്ക് എന്താ പ്രശ്നം? അടുത്ത തലമുറ അതൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ചോളും. ഇപ്പൊ ലോകത്തുള്ള എല്ലായിടത്തും അങ്ങനെ തന്നെ. ലോകത്ത് 1400 വർഷത്തിന് മുമ്പ് മുസ്ലിങ്ങളുണ്ടായിരുന്നു, 2000 വർഷത്തിന് മുമ്പ് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. നമ്മൾ അതിനെല്ലാം അംഗീകരിച്ചില്ലേ? അടുത്ത് വരുന്ന തലമുറകളൊക്കെ ഇതിലേക്ക് മാറി മാറി ചിന്തിച്ചോളും, മാറി മാറി അങ്ങോട്ട് പൊയ്ക്കോളും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമുക്ക് 1000 അല്ലെങ്കിൽ 200 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരാരെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? അവർ ഫാനിന്റെ കാറ്റ് കൊണ്ടിട്ടുണ്ടോ? അവർ വെളിച്ചത്തിരുന്നിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ഇപ്പോഴും വെളിച്ചത്തിരിക്കുന്നു, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇതുകൊണ്ട് നമ്മൾ പണ്ടുള്ളവർ അങ്ങനെ ആയിരുന്നു, അങ്ങനെ അവർ അനുഭവിച്ചിട്ടില്ല, ഇതൊന്നും അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് വല്ലതും നമ്മൾ പറയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതിലൊന്നും വലിയ കാര്യമില്ല നടേശ. ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോന്ന് വന്നോളും, അത് കുറെ കഴിയുമ്പോൾ ക്ഷീണിച്ചോളും, നശിച്ചോളും, അടുത്തത് വന്നോളും, അത് കുറെ ഉയരും, അത് പിന്നെ നശിക്കും, അപ്പോഴും വേറൊന്ന് വന്നോളും. നമ്മുടെ നടേശ മുതലാളി ഒന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം ലോകത്ത് എത്ര മതങ്ങൾ വന്നിട്ടുണ്ടെന്നും ആ മതങ്ങൾ എത്രത്തോളം കാലങ്ങൾ ഇവിടെ ഭരിച്ചിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മറ്റൊരു മതം ഇവിടെ വളർന്നു പോയതുകൊണ്ടോ ആ മതം നമ്മളെ കയറി പിടിച്ചു കളയുന്ന ഭയപ്പെട്ടിട്ടോ ഒന്നിട്ടും ഒരു കാര്യമില്ല. അതെല്ലാം ഈ ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല ഇത് സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് പല മതങ്ങളും ഇതേ ലോകം മുഴുക്ക ഭരിച്ചിട്ടുണ്ട്, അവരൊക്കെ നശിച്ചിട്ടുണ്ട്, പുതിയത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടേശ മുതലാളിയുടെ കരച്ചിലും നമ്മുടെ PC ജോർജിന്റെ കരച്ചിലും പള്ളിയിലച്ചന്മാരുടെ കരച്ചിലും ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നതും നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതുമേ ഉള്ളൂ ഈ പ്രശ്നം. നിങ്ങളതിന് മെനക്കെടുന്നില്ല, അതാണ് കാര്യം. മനസ്സിലായ നടേശ മുതലാളി?